കുഴപ്പമില്ല. ആക്ഷൻ, വയലൻസ്, വുമൺ പവറൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഇത് ഓവർ ദ ടോപ്പ്. പക്ഷെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പെർഫോമൻസ് വൈസ് ഒരു മൂവി അല്ല ഇത്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വന്ന ഒരു വീക്കെൻഡ് ഒന്ന് കാണാമെന്നല്ലാതെ ഒരു ആക്ഷൻ പാക്ഡ് ഒരു വയലൻറ്റ് മൂവി അല്ല. അത് വേറെ പ്രത്യേകിച്ചൊന്നും മൊത്തത്തിൽ ഒരു വളരെ യങ് ക്രൗഡിനൊക്കെ ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. എൻ്റർടൈനിങ് പറഞ്ഞൊരു ഗോർ മൂവി പോലത്തെ പടം. ഫസ്റ്റ് പാർട്ടിൻ്റെ സീക്വൻസ് ആണ്, അതായത് ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ് പടം തീരുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം സെക്കൻഡ് പാർട്ട് കാണുക, അല്ലാതെ സെക്കൻഡ് പാർട്ട് ആദ്യമേ കാണാണ്ടിരിക്കുക. കാരണം സ്റ്റോറി എന്താണ്, എന്തുകൊണ്ട് ഈ ഇൻസിഡൻസ് നടക്കുന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കാണണം. പിന്നെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് സമീറ വീവിങ് തന്നെയാണ്. പിന്നെ ഇഷ്ടം പോലെ ബ്ലഡ് ഷെഡും വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എങ്കിലും ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഓക്കെ മൂവി. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് എന്നൊക്കെ പറയാം, ടോപ്പ് മൂവിയായിരുന്നു. ഇത് ഫസ്റ്റിൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ല, പക്ഷേ ഓവറോൾ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ കുറച്ച് വ്യത്യസ്തമുണ്ട്. അതായത് ഇനിയും ഈ ഇൻസിഡൻസ് ഒന്നും തുടരാതിരിക്കാൻ വേണ്ടി നായിക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് ഒക്കെ നൈസാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടവർ എന്തായാലും ഇത് കാണുക, കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് സീക്വൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഓവറോൾ ഫസ്റ്റിൻ്റെ അത്ര ഇല്ല, പക്ഷേ കുഴപ്പമില്ല.